രാവിലെ തന്നെ കോളേജിൽ പോകേണ്ടതുകൊണ്ട് നേരത്തെ എണീറ്റു. പിന്നെ കയ്യിലെ അവസ്ഥയും നോക്കി കോളേജിൽ പോകാൻ ഒരുക്കുമായി. അങ്ങനെ കോളേജിൽ പോകേണ്ട ഒരുക്കത്തിനിടയ്ക്ക് ബുക്കും അസൈൻമെൻറ്റും എല്ലാം എടുത്തു വെച്ച് നേരെ കോളേജിലേക്ക്. പിന്നെ റൂമിലെ സ്വിച്ച് ഓഫ് ആക്കിയില്ലെങ്കിൽ പോരാളിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. പിന്നെ മറക്കാത്ത ഫുഡും അതെല്ലാം കഴിഞ്ഞ് നേരെ കോളേജിലേക്ക് എത്തി. രാവിലേക്ക് നല്ല വെയിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് ആകെ മട്ട് മാറി. കോളേജിലെത്തിയാൽ ഞങ്ങൾ മുടങ്ങാതെ പോകുന്ന 2 സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കോളേജിലെ ക്യാൻറ്റീനും 2 ടോയ്ലറ്റുമാണ്. ടോയ്ലറ്റിൽ പിന്നെയും മുടങ്ങുമെന്ന് പറയാം, പക്ഷേ ക്യാൻറ്റീനിൽ ഒരു ദിവസം പോലും മുടങ്ങാറില്ല. ഇന്നത്തെ സ്പെഷ്യലായ പരിപ്പുവട കഴിച്ച് അങ്ങനെ ഇതായി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പരിപ്പുവട എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വൈകുന്നേരമായപ്പോൾ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും ആകെ മാറിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ നനയത്തില്ലെന്നാണ് വിചാരിച്ച്, പക്ഷേ ശക്തമായ മഴ മൂലം നനഞ്ഞു കുതിർന്ന ഒരു പരുവമായി. അങ്ങനെ വണ്ടിയിൽ നോക്കുമ്പോൾ വിശന്നിട്ടാണ് മുതലാളി എന്ന രീതിയിൽ അവൻ എന്നെ നോക്കുന്നു. അങ്ങനെ ഉമ്മച്ചിയുടെ ആവശ്യപ്രകാരം മില്ലിലും പോയി ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു.